അമ്പിമാമ എപ്പോ വന്നു? കുറച്ചു നേരമായി. പൊടിയക്കാല ആദിവാസി ഊരിലെ സ്കൂൾ കുട്ടികൾക്കായി ഒരു കാട്ടറവ് പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാ. വൈകിട്ട് കൊല്ലത്തെത്തണം. കൂട്ടത്തിൽ ഇവിടെയും ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. വൈകിട്ടെത്തിയാ പോരെ? അപ്പൊ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ വിപി, നമ്മുടെ അപ്പുവിനെ കുറിച്ച് ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത കണ്ടു. വായിച്ചപ്പോൾ അവളെക്കുറിച്ച് വല്ലാത്തൊരു മതിപ്പ് തോന്നി. നേരിട്ട് കണ്ട് ഒന്ന് അഭിനന്ദിക്കാമല്ലോ എന്ന് കരുതി വന്നതാ. പക്ഷേ ഇവിടെ വന്നപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആളെ ഇവിടെ ഇല്ലെന്ന് കരുതി അമ്പിമാമൻ വിഷമിക്കണ്ട. ഉള്ള സ്ഥലം പറഞ്ഞതാ. അധികം ദൂരെയൊന്നുമല്ല. നേരിട്ട് ചെന്ന് കൺഗ്രാറ്റ്സ് അറിയിക്കാം. പിന്നെ അഭിനന്ദനം അറിയിക്കുമ്പോൾ അറിയാതെ പോലും ആളെ കയറി മോളെ നിന്നും വിളിച്ചേക്കരുത്. പണ്ടത്തെ പോലെ വാത്സല്യം തോന്നുന്നുണ്ടെങ്കിൽ മോനെന്ന് വിളിക്കാം. വായിച്ചില്ലേ? ലോകത്തോട് താനൊരു ആണാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലിത്ര സങ്കടപ്പെടാനും പരിഭവിക്കാനും ഒന്നുമില്ല വിപി. അപ്പൂന് അങ്ങനെ ആയേ പറ്റൂന്നുണ്ടെങ്കിലേ അതിനവളെ കുറ്റം പറയാൻ പറ്റില്ലടോ. അത്തരം മനസ്സുള്ളവരെയും അവരുടെ ജീവിതങ്ങളെയും ഒരുപാട് അടുത്തുനിന്ന് കണ്ടിട്ടുള്ളവനാ ഞാൻ. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള സ്വത്വത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു ജീവിതമാണോടോ? ആണായാലും പെണ്ണായാലും ജീവിക്കുന്നത് അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ആയാൽ പോരെ? പോരാ. ജനിച്ചത് എങ്ങനെയാണോ അതുപോലെ ജീവിക്കുന്നതാണ് അന്തസ്സ്. അല്ലാതെ ഇല്ലാത്തതുണ്ടെന്ന് അവകാശപ്പെടുന്നതല്ല. ഈ ജന്മത്ത് അവൾക്ക് ലക്ഷണമൊത്ത ഒരു പുരുഷനായി ജീവിക്കാൻ പറ്റുമെന്ന് അഭിമാനം തോന്നുന്നുണ്ടോ? പിന്നെ ജീവിക്കാം, വെറുതെ കോലം കെട്ടിയൊരു ജീവിതം, മറ്റുള്ളവരെ നാണം കെടുത്താനും വേദനിപ്പിക്കാനുമായിട്ട്. എന്റെ വി പി, തന്നെ പോലൊരാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എങ്ങനാടോ? തന്നെയോ ഗീതയോ മനഃപൂർവ്വം മാനം കെടുത്താൻ ഇറങ്ങി തിരിച്ചതാണ് അപ്പോ എന്ന് തനിക്ക് വെറുതെ തോന്നുന്നാടോ? അഭിമാമ പ്ലീസ്, നിങ്ങളെ പോലുള്ളവർക്ക് ഇക്കാര്യത്തിൽ ഒരുപാട് ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാവും. പക്ഷേ ഇനി എത്രയൊക്കെ കാരണങ്ങൾ നിരത്തിയാലും എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ചിലപ്പോ അതെന്റെ കുറവോ കഴിവുകേടോ ഒക്കെ ആവാം. പക്ഷേ ഇതുപോലെ നാണം കെട്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് വേണ്ടി കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതിനാരും എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. ആഗ്രഹിച്ചതുപോലെയല്ല മോളുടെ പോക്കെന്ന് അറിഞ്ഞപ്പോഴേ അകലാൻ തുടങ്ങിയതാ. ഇന്ന് പത്രത്തിലും വന്നപ്പോ പൂർണ്ണമായി. ഇനി ആ ബന്ധം ഏച്ചു കെട്ടാൻ ആരും മെനക്കെടണ്ട. എനിക്ക് അങ്ങനെ ഒരു മോളില്ല, മോനും. ജോ, എന്താ നീ ലേറ്റ് ആയത്? ഇറങ്ങാൻ നേരത്തെ ഒരു എമർജൻസി കേസ് വന്ന് വിട്ടു. അപ്പനെന്താ പറ്റിയത്? വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, വിജയ് വന്നു പോയ ശേഷം അവൾ ആകെ മൂഡ് ഔട്ടായിരുന്നു. ഞാൻ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ശരിയായില്ല. ലഞ്ച് കഴിക്കാൻ ചെന്ന് വിളിക്കുമ്പോ പൊള്ളുന്ന പനിയും എന്തൊക്കെയോ പിച്ചും പേയും പറിച്ചിലും. അപ്പോഴാ ഞാൻ നിന്നെ വിളിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഉറക്കമാ. ഉറങ്ങട്ടെ, ഉണരുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിജയങ്ങള് പിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, വിജയ് ഇനി നമ്മളുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം പിണങ്ങിയിട്ടാ ഇവിടുന്ന് പോയത്. കുറച്ചു മുമ്പ് ഗീത വിളിച്ചിരുന്നു. അവിടെ വിജയ് ആകെ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞു. എല്ലാത്തിനും കാരണം ആ വാർത്തയാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്കാകെ ഒരു മനപ്രയാസം. അപ്പുവിന്റെ കാര്യം എല്ലാരും അറിഞ്ഞതിന്റെ നാണക്കേട് അങ്കിളിന്റെ പ്രശ്നം. ഇന്നല്ലെങ്കിൽ നാളെ ആ വിവരം എല്ലാരും അറിയുമെന്ന് കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പുവിനെ ഇവിടെ താമസിപ്പിക്കുന്നത്
വിജയ്ക്ക് തീരെ താല്പര്യമില്ലെന്നും വിജയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണത്രേ നമ്മൾ അവളോട് ആ സൗജന്യം ചെയ്യുന്നതും എന്ന അയാളുടെ പരാതി. അപ്പുവിനോട് ആ പരിഗണന പോലും വേണ്ടെന്നാണോ പുള്ളിക്കാരൻ പറയുന്നത്? സ്വന്തം അച്ഛൻ അങ്ങനെ പറയാമെങ്കിൽ മറ്റുള്ളവർ അതിനുവേണ്ടി വാശി പിടിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇനി മാളുവിന്റെ ഫാമിലിയെ ഇതേ കക്ഷി തന്നെ പറഞ്ഞ് ഇളക്കിയതാണോന്ന് എനിക്ക് സംശയമില്ലാതില്ല. രണ്ടു കൂട്ടരും ഒരേ പല്ലവി തന്നെയാണല്ലോ ആവർത്തിക്കുന്നത്. മുരളി നിന്നോട് എന്താ പറഞ്ഞത്? ഏതാണ്ട് ഇതേ ആവശ്യം തന്നെയാ മമ്മി. അപ്പു ഇവിടെ ഉള്ളിടത്തോളം കാലം മാളുവിനെ ഇങ്ങോട്ട് വിടാൻ അവർക്കാർക്കും താല്പര്യമില്ല പോലും. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എന്തു പറയാൻ? അങ്ങനെ ഞാനോ മമ്മിയോ തൽക്കാലം ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമാവില്ലേ ജോ? അറുത്ത് മുറിച്ച് നീ മുരളിയോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഇതറിയുമ്പോ മാളുവിനും സങ്കടമാവും. ആ, കുറച്ച് സങ്കടപ്പെടട്ടെ. മാള് സ്ട്രോങ് ആയൊരു നിലപാടെടുത്ത ഇവരുടെ ഈ ബലംപിടുത്തം അത് തീരാവുന്നതേ ഉള്ളൂ മമ്മി. അതിന് പകരം വീട്ടുകാരുടെ സൈഡ് ചേർന്ന നമ്മളെ പ്രഷർ ചെയ്യാൻ അവർ ഇതൊരു അവസരമാക്കേ ഉള്ളൂ. ആ ഇന്ദിരാമയ അവിടെയുള്ളവരുടെയൊക്കെ മനസ്സിൽ ആവശ്യമില്ലാത്ത പേടിയും സംശയമൊക്കെ കുത്തി നിറയ്ക്കുന്നത്. ജോ, നാളെ ഞാൻ അവരെ ഒന്ന് പോയി കണ്ടോട്ടെ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അവരവരുടെ വാശിയാണ് വലുതെങ്കിൽ എനിക്കുണ്ട് വാശിയെന്ന് അവരൊന്ന് മനസ്സിലായിക്കോട്ടെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് അപ്പുവിന് മെഡിസിൻ കൊടുക്കാം. അപ്പോ എന്തു പറ്റി തനിക്ക്? പനിയുണ്ടെന്ന് മമ്മി പറഞ്ഞല്ലോ. നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. കൈ നോക്കട്ടെ. എഴുന്നേറ്റ് ഈ ടാബ്ലറ്റ് കഴിക്ക. എന്തു പറ്റി പെട്ടെന്ന്? ആവോ അറിയില്ല, ഉച്ച കഴിഞ്ഞ് പെട്ടെന്നൊരു കോൾഡ് പോലെ. മമ്മി പറയുന്നത് തന്റെ VPയുടെ വിസിറ്റിന്റെ എഫക്റ്റ് ആണെന്നാ. ചിലപ്പോൾ അത് ശരിയായിരിക്കും. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു VPയുടെ. ഇവിടെ ഇല്ലാത്തോണ്ട് ഡോക്ടറിനത് മിസ്സായി. എന്നാലും വിജയെങ്കിൽ ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെയൊക്കെ? ആ മനുഷ്യനോടുള്ള ബഹുമാനവും മതിപ്പും ഒക്കെ പോയി തുടങ്ങിയിരിക്കുന്നു. അതൊന്നും VPക്ക് ഒരു പ്രശ്നമേ അല്ലല്ലോ. സ്വന്തം വില എത്ര ഇടിഞ്ഞു താഴ്ന്നാലും എന്നെ ഒറ്റപ്പെടുത്തുക, മറ്റാരും സ്നേഹിക്കാതിരിക്കുക, ആ ഒരൊറ്റ ലക്ഷ്യമേ VPക്കുള്ളൂ. ഞാൻ കാരണം പാവം ഡേസി ആൻറ്റിക്കൊന്ന് ഒരുപാട് വഴക്ക് കിട്ടും. ഞാനും ആൻറ്റിയും കൂടി പ്ലാൻ ചെയ്ത് പെയ്ഡ് ന്യൂസ് കൊടുത്താന്ന് വരെ VP പറഞ്ഞു കളഞ്ഞു. ടീച്ചർ പറഞ്ഞ് അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്ന്. അല്ല ഡോക്ടറെ, ഒരു സംശയം. ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഇത്ര ചീപ്പാവാൻ പറ്റുമോ? അറിയില്ല. ഒഴിവ് സമയത്ത് ഞാനും മാളും പലപ്പോഴും VPയുടെ ക്ലാസ് കേൾക്കാൻ പോകുമായിരുന്നു. എന്ത് സൗമ്യമായി ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ സമചിത്തതയോടെ നേരിടണമെന്നൊക്കെ VP ക്ലാസ് എടുക്കുന്ന ആ രംഗമൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും. പറയുന്നതും പഠിപ്പിക്കുന്നതും ഒന്ന്, പ്രവർത്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റും. എങ്ങനെ കഴിയുന്നു ഇതിനൊക്കെ? അതങ്ങനെയാപ്പോ. സ്വന്തം ലൈഫിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലാവും പ്രിഫർ ചെയ്യുന്നത്. അവിടെ ഈ പറയുന്ന സമചിത്തതയ്ക്കും ശാന്തതയ്ക്കും ഒന്നും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ശ്രമിക്കാം. ഞാനിവിടെ വന്നതും തങ്ങുന്നതും ഒക്കെ ആന്റിക്കോ ഡോക്ടർക്കോ
ഒരു ബാധ്യതയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയണം കേട്ടോ. ഇപ്പൊ തന്നെ തുറന്നു പറയണോ അതോ ഈ പനിയൊക്കെ കുറഞ്ഞിട്ട് മതിയോ? ബാധ്യതയായി തോന്നുമായിരുന്നെങ്കിൽ ഇന്ത്യ കാണാൻ പുറപ്പെട്ട ഈ കുഞ്ഞു പെങ്ങളെ, സോറി, ഈ കുഞ്ഞാങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നോ? ഡെയ്സി ടീച്ചർ തൻ്റെ മരിച്ചുപോയ കുഞ്ഞിന്റെ സ്ഥാനത്ത് കണ്ട് ഇങ്ങനെ സ്നേഹിക്കുമായിരുന്നോ? ഓ, സമാധാനമായി. കുറേ ദിവസമായിട്ട് മനസ്സിനെ അലട്ടുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടി എനിക്ക്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ടാബ്ലറ്റ് കൊടുത്തോ ജോ? എന്നാലേ അപ്പോ ഈ കഞ്ഞി ചൂടോടെ കഴിക്കു വേഗം. കുറച്ചുകൂടെ. മാളു, എന്താ അച്ഛാ? എന്താ നീയാകെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ല എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് അച്ഛനറിയാം. നിന്റെ മനസ്സിനെ കാര്യമായിട്ട് എന്തോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. മാളു, എന്താണേലും അച്ഛനോട് പറ മോളെ. ഒന്നുമില്ല അച്ഛാ, അച്ഛന് വെറുതെ തോന്നുന്നതാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ ജോബിൻ മോളെ വിളിച്ചിരുന്നോ? ഇല്ല അച്ഛാ, ഇന്ന് വിളിച്ചതേയില്ല. ഇന്ന് ഞാൻ അയാളെ കണ്ടിരുന്നു. ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മോളെ വിളിച്ചിരുന്നു എന്ന് ഞാൻ ചോദിച്ചത്. ചിലപ്പോ ഹോസ്പിറ്റലിൽ തിരക്കായതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. ചിലപ്പോൾ അതുകൊണ്ടാവും. അച്ഛൻ അങ്ങോട്ട് പോയി കണ്ട് സംസാരിച്ചതാണോ അതോ? ഞാനായിട്ട് ജോബിനെ ചെന്ന് കണ്ടതാ. അപ്പുവിന്റെ കാര്യത്തിൽ എന്താ അവരുടെ തീരുമാനമെന്ന് അറിയണമല്ലോ. അതിനുവേണ്ടിയാ നേരി കാണാമെന്ന് കരുതിയേ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാൻ വിചാരിച്ച പോലുള്ള രീതിയിലായിരുന്നില്ല ജോബിന്റെ റെസ്പോൺസ്. അപ്പുവായിട്ട് സ്വയം ഒഴിഞ്ഞു പോകുന്നതല്ലാതെ അവരായിട്ട് അത് ആവശ്യപ്പെടില്ലെന്നാ ജോബിന്റെ നിലപാട്. എന്തിനാണ് ഈ കാര്യത്തിൽ അവരിങ്ങനെ വാശി പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതും ന്യായം നമ്മുടെ പക്ഷത്താണെന്ന് അറിഞ്ഞിട്ട്. ഇനി അഥവാ ഡെയ്സിയാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ വാശി പിടിച്ച് നിൽക്കുന്നതെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തേണ്ട ചുമതല ജോബിനല്ലേ? അതിന് ശ്രമിക്കാതെ അയാളും അപ്പുവിനെ ന്യായീകരിക്കാൻ നോക്കുന്നേ. അമ്മയുടെ ആഗ്രഹത്തിനെതിരായി ഡോക്ടർ ഒന്നും ചെയ്യില്ല അച്ഛാ. അങ്ങനെയാണെങ്കിൽ നമുക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ആ രീതിയിലൊന്നും കാര്യങ്ങൾ വഷളാകില്ലെന്ന് തന്നെയാ എന്റെയും പ്രതീക്ഷ. എന്നാലും മോളോട് അച്ഛനൊരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ ചോദിക്കാൻ വന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അഥവാ ഈ പ്രപ്പോസൽ വേണ്ടെന്ന് വെക്കേണ്ടി വന്നാലും എനിക്ക് സങ്കടാവൂന്നല്ലേ? അതെ. ഡോക്ടറെ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് അച്ഛൻ. പക്ഷേ എന്റെ സ്ഥാനം ആരുടെയും പിന്നിലാവരുതെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നെന്ന് ഞാൻ സമാധാനിച്ചോളാം. മോള് വിഷമിക്കണ്ട. അച്ഛൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. വാ, അമ്മ കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അച്ഛൻ പോയിക്കോളൂ, ഞാൻ വരാം. വേഗം വരണേ. മാഡം, ഇവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെന്നോ? അതെ മാഡം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നല്ലോണം നോക്ക്. ഇവിടെ നിന്നാരും ഓർഡർ ചെയ്യാൻ സാധ്യതയില്ല.
അല്ല മാഡം, അഡ്രസ്സ് ഇവിടെ തന്നെയാണ്. ഹൗസ് നമ്പർ 23, ദേവി നഗർ. ഹൗസ് നമ്പർ 23 ഇവിടെ തന്നെയല്ലേ? അഡ്രസ് ഇത് തന്നെയാ. പക്ഷേ ഇതാ അത് വാങ്ങിക്കോളൂ. ഓർഡർ ചെയ്തത് ഞാനാ, ക്യാഷ് പെയ്ഡാണ്. ബി ഫുഡ് എന്തിനാ പുറത്തുനിന്ന് വാങ്ങിയേ? എല്ലാ ദിവസവും താൻ തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത്. ഇവിടെ ഉള്ളവർക്ക് ആഹാരം ഉണ്ടാക്കുന്നത് ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതറിയാം, എന്നാലും ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചു. പുറത്തു നിന്നുള്ള ഭക്ഷണത്തിൽ ഇനി ഞാൻ വല്ല വിഷവും ചേർത്താലോ എന്നുള്ള പേടി വേണ്ടെന്ന് വെച്ചാണ് ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് താൻ തന്നെ നേരിട്ട് വാങ്ങിച്ചോട്ടെ എന്ന് വെച്ചത്. അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല ബി പി. ഇനി അങ്ങനെ മരിക്കാനാണ് വിധിയെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനും എനിക്ക് ഭയമൊന്നുമില്ല. എൻ്റെ മോളുടെ കാര്യത്തിൽ നിങ്ങളുടെ കൈകൊണ്ട് ആ പാപം ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും പതിവില്ലാത്ത രീതികളെ കാണുമ്പോൾ അങ്ങനെ ചില സാധ്യതകൾ സംശയിക്കാതെയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തടയാനോ ഒച്ച വെച്ച് ബഹളം കൂട്ടാനോ ഞാൻ ശ്രമിക്കില്ല. ആ ഉറപ്പ് ഞാൻ തരാം, പോരെ? എന്താ ചിരിച്ചു കളഞ്ഞത്? അല്ല, പുറമേക്ക് ഭയമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഉള്ളിൽ ഗീതയ്ക്ക് നല്ല ഭയമുണ്ടെന്ന് ഈ മുഖം കണ്ടാൽ അറിയാം. സാരമില്ല, തൻ്റെ സംശയം ന്യായമാണ്. ഒരു കാര്യം ചെയ്തോളൂ, ഭക്ഷണം കിച്ചണിൽ വെക്കണ്ട, കഴിക്കാൻ സമയമാവുന്നവരെ തൻ്റെ കസ്റ്റഡിയിൽ തന്നെ വെച്ചോളൂ. അപ്പോൾ നമുക്കൊരു 7:30 കഴിക്കാം അല്ലേ? ബി പി നിന്നേ. അല്ല, എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി ഭാര്യയെ സന്തോഷപൂർവ്വം കഴിക്കാൻ വിളിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. കൊള്ളാം. എന്താ താനിത് നേരത്തെ ചോദിക്കാത്തത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നത്തെ ഡിന്നറിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് കൂട്ടിക്കോളും. മനസ്സിലായില്ല. അതൊക്കെ തനിക്ക് മനസ്സിലായിക്കോളും, ധൃതി കൂട്ടണ്ട. ആ, അപ്പം നമുക്ക് 7:30 കൂടാം. അതുവരെ ഈ ഫുഡ് താൻ തന്നെ സൂക്ഷിച്ചോളൂ. എങ്ങനെയുണ്ട് തന്റെ പനി? അല്പം കുറഞ്ഞു തോന്നുന്നു. ആശ്വാസം തോന്നുന്നുണ്ട്. എങ്കിലും മെഡിസിൻ മുടക്കണ്ട. ടാബ്ലറ്റ് കഴിച്ചായിരുന്നോ? അയ്യോ സോറി, ഞാനത് മറന്നു. ബെസ്റ്റ്. കണ്ടില്ലേ, പനി കുറഞ്ഞതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാതെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് തന്റെ തലക്കിട്ട് നില കിഴുക്ക് വെച്ചേരും ഞാൻ പറഞ്ഞേക്കാം. എന്താ കോൾ എടുക്കാത്ത? ആ, എടുക്കാം. മാളുവാണോ വിളിക്കുന്നത്? എന്നിട്ട് എന്താ കോൾ എടുക്കാത്ത? എടുക്കാം. രണ്ടുപേരും പിണക്കത്തിലാണ്. ഏ? അല്ല, അവളുമായിട്ട് ഡോക്ടർ അടിച്ചു പിരിഞ്ഞോന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ. സത്യം പറ, പിണങ്ങിയല്ലേ? ഇല്ലെന്നേ. പിന്നെന്താ ഫോൺ എടുക്കാത്തെന്ന് പറ. ഞാൻ തിരിച്ചു വിളിച്ചോളാം. അപ്പോൾ റെസ്റ്റ് എടുത്തോ. ആ, മതി.
എന്താ താൻ കഴിക്കുന്നില്ലേ? അത് ഇപ്പോഴും പേടിയാണോ?